ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാപം നവീൻ അറിയാൻ വൈകി കാണും. പക്ഷേ എനിക്ക് അറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിതിന് തയ്യാറായ. നവീൻ, എന്താ നീ കാണിച്ചേ? എന്താ ഇത് നവീൻ? പൂജയ്ക്കുള്ള താലം തട്ടിമറിക്കേ. അതെന്തുമാത്രം ദൈവദോഷമുള്ളതെന്ന് നിനക്കറിയോ? ദൈവദോഷം അല്ലേ? എങ്കി ഇവിടെ നടക്കുന്ന പൂജയൊക്കെ എന്തുദ്ദേശത്തോടാണെന്ന് പറഞ്ഞതാ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ഭാര്യ എടുത്തോണ്ടിരിക്കുന്ന വ്രതം എന്തിനാണെന്ന്. ഈ വ്രതത്തിന്റെ അവസാനം നടത്തുന്ന സർപ്പബലി എന്തിനാണ്? എന്താ അച്ഛന് ഉത്തരവില്ലേ? കഥവാ. അയ്യോ നവീൻ, പറയൂ മുത്തശ്ശി, എന്തിനു വേണ്ടിയാണ് ഈ പൂജ? പറയേ. ഈ ഒരു പൂജയുടെ പുറകില് പലരുടെയും പല ഉദ്ദേശം ഉണ്ടാവും. പക്ഷേ അതിനൊരു ബലിമൃഗമായിട്ട് എന്റെ ഭാര്യയെ നിങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ നവീൻ, താൻ എന്നോട് വന്നേ. അയ്യോ വരാൻ. നവീൻ, മോനെ, പറയട്ടെ. മുത്തശ്ശി പറയുന്നത് നീ ഒന്ന് കേക്ക്. നവീൻ, നിന്റെ മനസ്സിൽ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും അതിനുത്തരം ഈ അച്ഛൻ പറയാം. ഇനി എനിക്ക് ചോദ്യങ്ങളില്ലെങ്കിലോ? ഇനി എനിക്ക് പ്രതികരിക്കാനേ ഉള്ളൂ. ഇത്രയും കാലം എല്ലാരും കൂടെ വിഡ്ഢിവേഷം കെട്ടിക്കായിരുന്നില്ലേ എന്നെ എന്റെ ഭാര്യയെ? ഇനി ഈ കുടുംബത്തിൽ എന്താ നടക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. താ വന്നേ. അയ്യോ മാറങ്ങോട്ട്. നവീൻ, 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 ഞാനൊന്ന് പറയട്ടെ. നവീൻ, മോനെ, വാതിലുറക്ക്. അച്ഛനും മുത്തശ്ശിയും പറയുന്ന മനസ്സിലാക്ക്. മോനെ, നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം മുത്തശ്ശിയും നിന്റെ അച്ഛനും ചെയ്യുന്ന നീ കരുതുന്നുണ്ടോടാ? സാറേ, സാറേ വാതിലുറക്കൂ സാറേ. സാറേ തുറക്ക്. മാണിക്കുഞ്ഞെ, ആവശ്യമില്ലാതെ ഒരാൾ അവിടെ കിടന്ന് ബഹളം വെക്കണ്ട. വാതിൽ തുറന്ന് ഞാൻ പുറത്തിറങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒന്നിച്ച് അവസാനിക്കും. മനസ്സിലായോ? എന്താ അമ്മേ? ഒന്നും കൃത്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ അവൻ കരുതിക്കൂട്ടിയുള്ള നിപ്പ. തൽക്കാലം മാറിയെന്ന് കണ്ടാ മതി. തമ്മിലടിച്ച് ചാവട്ടെ എല്ലാം കൂടി. ഈശ്വര, നവീൻ, എന്താ ഇതൊക്കെ? ചതിയാണ്, എല്ലാം ചതിയാണ്. ഗാഥ, തനിക്കറിയോ, താൻ എടുത്തോണ്ടിരിക്കുന്ന ഈ വ്രതവും പൂജയൊക്കെ കളരിക്കൽ കുടുംബത്തിനും എനിക്കുള്ള ഐശ്വര്യത്തിനും വേണ്ടിയല്ല. ഈ കുടുംബത്തിന് കാലാകാലങ്ങളായിട്ട് ഒരു ശാപമുണ്ട്. മുത്തശ്ശി അച്ഛനൊക്കെ മറച്ചു വെക്കുന്ന ഒരു ശാപം. ഈ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന ഒരു പെണ്ണും ദീർഘനാൾ ജീവിച്ചിട്ടില്ല. അത്രയും കടുത്ത നാഗശാപത്തിന് പ്രതിവിധി ചെയ്യാന് തന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്രതമെടുത്ത് സർപ്പബലിക്ക് തന്നെ കൊണ്ടുപോയി ഇരുത്തുന്നത് ജീവിപ്പിക്കാനൊന്നുമല്ല, കൊല്ലാനാ. കൊല്ലാൻ. അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഈ ചതിക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവത്തില്ല. ഈ പൂജ വേണ്ട, ഇത് പൂർത്തിയാക്കണ്ട. ഇവിടെ ഒരു സർപ്പബലി നടക്കണ്ട. ശാപം നവീൻ അറിയാൻ വൈകി കാണും. പക്ഷേ എനിക്ക് അറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിതിന് തയ്യാറായ. കഥ എന്താ താൻ പറഞ്ഞേ?
എല്ലാം അറിഞ്ഞിട്ടോ? മരണത്തിന്റെ മുന്നിലേക്കാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടോ? അതെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞു കാത? ഒരു നിമിഷമെങ്കിലും താൻ എന്നെ ഓർത്തോ? തന്നോടുള്ള സ്നേഹം ഓർത്തോ? നവീൻ, ഒരാളെ കുറിച്ചല്ല, ഒരു തറവാടിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചെ. ഇത് ഈ തറവാടിനെ ബാധിച്ച ശാപാണ്. എന്റെ മരണം കൊണ്ട് എന്നേക്കുമായി അതിന് പരിഹാരം ഉണ്ടാവെങ്കിൽ ഉണ്ടാവട്ടെ. ഇനിയുള്ളവരെങ്കിലും ശാപത്തിന്റെ ഭയമില്ലാതെ ജീവിക്കുമല്ലോ. ഞാൻ തന്നെ മരണത്തിന് വിട്ടുകൊടുക്കണമല്ലേ? തന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ തൻ്റെ അടുത്ത്? വെട്ടിപ്പിടിക്കാനുള്ളത് മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിച്ച് എനിക്ക് വിട്ടുകൊടുക്കാനും അതിന്റെ പേരിൽ നേടുന്ന സന്തോഷമൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്താണെന്ന് പഠിപ്പിച്ച പെണ്ണ നീ. എനിക്കൊരു നിമിഷം പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. താൻ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ലേ? എന്റെ കൂടെ മരണം വരെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? പറയേ, മനസ്സിന്റെ ഉള്ളിൽ തട്ടി നവീനെ സ്നേഹിച്ചിട്ടുണ്ടോ താൻ? ഉണ്ടോ? നവീൻ, അതാ നമുക്ക് പിരിയാനാവില്ലടോ. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അതൊരുമിച്ച് മതി. താനില്ലാത്ത ഒരു നിമിഷവും ഒരു നേട്ടവും നവീന് വേണ്ട. ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ഈ ലോകത്തില് മറ്റെന്തിനേക്കാളും ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ഒന്ന് വിളിച്ചേ. അമ്മ വിളിക്ക്. അമ്മ വിളിച്ചാലേ നവീൻ സാർ വാതിൽ ഉറക്കൂ. വിളിക്ക്. മോനെ, മോനെ നവീൻ, വാതിൽ തുറന്നേ.